ചില സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ നമ്മൾ പ്രവചനദൂതുകൾ കേൾക്കുമ്പോൾ പ്രവാചകർ നമ്മളോട് പറയും, മോനെ അല്ലെ മകളെ, അന്ന് നിന്നെ ഇന്നപോലൊരു സാഹചര്യത്തിൽ കൈത്താങ്ങിയത്, നിന്റെ അവസ്ഥ കണ്ട് സഹായിച്ചത് ഞാനായിരുന്നു, നീ അത് ഓർക്കുന്നുണ്ടോ? ഡേറ്റ് പറഞ്ഞ്, സമയം പറഞ്ഞ്, ഇങ്ങനെയൊക്കെയുള്ള ചില ഇവൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നടന്നതിനെക്കുറിച്ച് കർത്താവ് റിമൈൻഡ് ചെയ്യാറുണ്ട്. എത്രത്തോളം ആർദ്രതയോടുകൂടെ നമ്മളെ കർത്താവ് ടേക്ക് കെയർ ചെയ്തു എന്നത് പറയാനാണ് അങ്ങനെയുള്ള ചില നിമിഷങ്ങളെ ദൈവം പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളു പൊടിയും. അയ്യോ, ശരിയാണല്ലോ, ഞാൻ തകർന്നു പോയെടുത്തു നിന്നാണ് കർത്താവ് എന്നെ അന്ന് അത്രത്തോളം ആഴമായി സ്നേഹിച്ച് പിടിച്ചുയർത്തിക്കൊണ്ട് വന്നത്. നമുക്ക് കൂടുതലായി കർത്താവിനോടുള്ളതായ ഒരു കമ്മിറ്റ്മെൻറ്റ് വളർത്താനും സ്നേഹം വളരെ കൂട്ടാനും ഒക്കെ അത്തരം വാക്കുകളൊരു കാരണമായി തീരാറുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ ഞാനും അങ്ങനെ വ്യക്തികളോട് സംസാരിക്കുന്നൊരു ദൈവദാസനാണ്, നിങ്ങളത് അറിയുന്നുണ്ടല്ലോ. എന്നാൽ ഒരു പ്രവാചകനിലൂടെയോ ഒരു ദൈവ ശുശ്രൂഷകനിലൂടെയോ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിനേക്കാൾ ഉപരിയായി ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമായ ഒരു നേരത്ത് നമ്മുടെ അടുക്കൽ വന്നു നിന്നിട്ട് നമ്മളോട് കർത്താവ് തന്നെ നേരിട്ട് പറയുകയാണ്, അന്ന് പോലെയൊക്കെ സംഭവിച്ചില്ലേ, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ? നമ്മളത് യെസ് 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 എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു വാക്ക് നമ്മളോട് പറയുന്നു, അന്ന് നിന്നെ കൈത്താങ്ങിയ, അന്ന് നിന്നെ കൈവിടാതെ ചേർത്ത് പിടിച്ച് ഇന്നോളം കൊണ്ടു നടന്ന, നീ യേശു എന്ന് വിളിക്കുന്ന ആ ആള് ഞാനാണ്. ഹോ, എന്തായിരിക്കും ആ ഒരു നിമിഷത്തെ ആ ഒരു പ്രതികരണം? ദൈവമക്കളെ, ഇത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് വലിയവനായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 37-ാം വാക്യത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ ഒരു സംഭവം എഴുതപ്പെട്ടിരിക്കുന്നത്. യേശു അവനോട് പറയുന്നു, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുരുടനോട് യേശു പറയുന്നു, കുരുടനായിരുന്നിടത്തുനിന്ന് കാഴ്ച പ്രാപിച്ചൊരു മനുഷ്യനോട് യേശു പറയുന്നു, നീ അവനെ കണ്ടിട്ടുണ്ട്. യേശു പറയാണ്, താൻ സൗഖ്യമാക്കിയ ഒരു മനുഷ്യനോട് യേശു പറയുകയാണ്. അയാൾ കുരുടനായിരുന്നു. അതുകൊണ്ട് യേശു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ചേറൊക്കെ പുരട്ടി പോയി ശീലോഹം കൊളുത്തി കഴിയിക്കുമെന്നും പറഞ്ഞു വിട്ടതാ. തിരിച്ചു വരുമ്പോൾ തൻ്റെ കണ്ണിൽ ആരാ അത് പുരട്ടി വിട്ടതെന്ന് അയാൾക്ക് അറിയത്തില്ല. ഇപ്പോൾ കാഴ്ചയുണ്ട്, പക്ഷെ അന്നേരം കാഴ്ചയില്ലല്ലോ. അതുകൊണ്ട് ആരത് ചെയ്തതെന്ന് അയാൾക്കറിയില്ല. അന്നേരം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്റെ കണ്ണിനെ ഇങ്ങനെ തുറന്നത്? ആരാണ് നിനക്ക് ഇതൊക്കെ നൽകിയത്? ഈ ഉത്തരങ്ങളെല്ലാം പറയുകയും വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഈ മനുഷ്യൻ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ യേശു അവൻ്റെ അടുക്കലേക്ക് വന്ന് നിന്നിട്ട് അവരോട് പറയുന്നത്, നീ അവനെ കണ്ടിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, നിന്റെ കണ്ണ് തുറന്നവനെ നീ കണ്ടിട്ടുണ്ട്. അന്നേരം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നൊരു സമയമാണ്. നമ്മളിപ്പോൾ 2 പേര് തമ്മിൽ കാണുമ്പോൾ നമ്മൾ പറയും, എവിടെ വെച്ചോ കണ്ടൊരു പരിചയം പോലുണ്ടല്ലോ, എവിടാണെന്ന് അങ്ങോട്ട് ഓർക്കുന്നില്ല. ഉടനെ നമ്മൾ പറയും, ഇന്നയാളുടെ കല്യാണത്തിന് വന്നപ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നയിടത്ത് പ്രേയറിന് വന്നപ്പോൾ, ഓ അവിടെ വെച്ചായിരുന്നല്ലേ എന്ന നിലയിലൊരു ഒരു കോൺവെർസേഷൻ ഡെവലപ്പായി വരുന്നത് പോലെ യേശു ആ മനുഷ്യനോട് പറയാ, വളരെ ഹൃദ്യമായിട്ടങ്ങ് പറയുക, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്റെ കണ്ണ് തുറന്നവനെ നീ കണ്ടിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് പറയാണ്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ. ആമേൻ. കണ്ണ് തുറന്ന മനുഷ്യന്റെ മുമ്പിൽ വന്നു യേശു പറയുക, നീ അവനെ കണ്ടിട്ടുണ്ട്. ഈ കണ്ണ് തുറന്ന സമയം കൊണ്ട് അയാൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല. കുറച്ചു പേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം കണ്ണ് തുറന്നിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. ഈ ചെറിയ മണിക്കൂറുകൾക്കകം തുറക്കപ്പെട്ട കണ്ണുകൊണ്ട് നോക്കിയ മുഖങ്ങളിൽ നിന്റെ കണ്ണ് തുറന്നവൻ്റെ മുഖവും നീ കണ്ടിട്ടുണ്ടെന്നാണ് യേശു പറയുന്നത്. എൻ്റെ മുഖം നീ കണ്ടു എന്നങ്ങ് ഒറ്റയടിക്ക് പറഞ്ഞാൽ പോരെ, അല്ല, അത് വ്യക്തമായി പറഞ്ഞു കൊണ്ടുവരുന്നൊരു രീതിയുണ്ട്. അതാണ് അതിൻ്റെ സ്റ്റൈൽ, അതാണ് ദൈവപ്രവൃത്തിയുടെ പാറ്റേൺ. നീ അവനെ കണ്ടിട്ടുണ്ട്. ഞാനാണ് തന്നതെന്ന് പറയലല്ല, നീ അവനെ കണ്ടെത്തിയെന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെടണം. അതായത് ഞാനാണ് കണ്ടോ എന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ ഒരു കാഴ്ചയായി നിൽക്കുന്നതിനേക്കാൾ ഉപരി തുറക്കപ്പെട്ട കണ്ണുകൾക്കപ്പുറത്ത് എന്നോട് നിനക്കൊരു ആത്മബന്ധമുണ്ടായി, നിന്റെ ഹൃദയം കൊണ്ട് നീ എന്നെ തിരിച്ചറിയുന്നൊരു മേഖല, ആ നിമിഷത്തെയാണ് ദൈവവചനം വെളിപ്പാട് എന്ന് വിളിക്കുന്നത്. അതായത് തുറക്കപ്പെട്ട കണ്ണു മാത്രമല്ല,
നിന്റെ ഹൃദയത്തെയും കൂടെ ദൈവം തുറക്കുന്ന നേരം. ശ്രദ്ധയോടെ കാണേണ്ട കാര്യമാണ്. നീ അവനെ കണ്ടിട്ടുണ്ട്. നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം. കൗതുകം നിറഞ്ഞ കുറച്ച് വാക്കുകളുമായി ഒരു ഫ്രണ്ട്ലി ടോക്കിംഗ് സ്റ്റൈലിൽ യേശു ആ മനുഷ്യൻ്റെ അരികിലേക്ക് വന്നു നിന്നു. എന്നിട്ട് അയാളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നീ തിരയുന്നയാളെ നീ ഇതിനോടകം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പൈതലേ, ഈ ജീവിത യാത്രയിൽ ഇന്നോളം നിന്നെ കരം പിടിച്ച് നടത്തിയ ആൾ, നിന്റെ കഷ്ടനേരങ്ങളിൽ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരവുമായി വന്ന ഒരാൾ, നീ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ ശബ്ദം എവിടേക്കാണോ കയറി ചെല്ലുന്നത്, ആ കയറി ചെല്ലുന്ന ശബ്ദത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഒരു മാത്രം നേരത്തേക്കെങ്കിലും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എനിക്ക് കാണാൻ പാകത്തിലൊന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലെന്ന് ഈ ജീവിതകാലത്ത് നീ നിൻ്റെ ഹൃദയം കൊണ്ട് ഏറെ ആഗ്രഹിക്കുന്ന ആ വ്യക്തി, അതെ, ആരാധ്യനായ നിൻ്റെ പൊന്നു തമ്പുരാൻ നിൻ്റെ കണ്ണിൻ്റെ മുമ്പിലും ഇതുപോലെ വന്നു നിന്ന് പറയുന്നൊരു നിമിഷം വിദൂരമല്ല. എന്തോ ഇന്നലെയും ഇന്നുമൊക്കെയായി ഡിവൈൻ എൻകൗണ്ടറുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കർത്താവ് അത് തന്നെ പറയാനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ആ പറയുന്ന വാക്കുകളിൽ ഒരു മുന്നറിയിപ്പ് നമുക്ക് കർത്താവ് നൽകുന്നുണ്ട്. നീ പ്രതീക്ഷിക്കുന്ന വലിയ ആത്മീയതയുടെ തലക്കെട്ടുകളൊന്നും ആയിട്ടൊന്നും അല്ല, കത്തി നിൽക്കുന്നൊരു ഹൃദയവും തലയ്ക്ക് ചുറ്റും പ്രകാശവും ഒന്നും ആയിട്ടൊന്നും അല്ല. ഒരു പക്ഷേ നിന്റെ കൂടെ നടന്ന് വിയർത്ത് കുളിച്ച് നിൽക്കുന്ന ഒരാളായിട്ടായിരിക്കും. എങ്ങനെയായാലും ശരി, നിങ്ങൾക്ക് അനുഭവവേദ്യമാകും വിധം നിങ്ങളോടുകൂടെ വെളിപ്പെട്ടു വരുന്നൊരു ദൈവസ്നേഹത്തിൻ്റെ വ്യക്തിരൂപത്തെ നിങ്ങൾ ഈ ജീവിതകാലത്ത് തൊട്ടനുഭവിക്കുമെന്നതിന് ഞാൻ നിങ്ങളോട് ആലോചന പറയുന്നു. കർത്താവ് ഇന്ന് പകൽ ഈ ദൂത് ഉറപ്പിച്ചു തരുന്നത് താൻ മനുഷ്യന്മാരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടുവാനും നമ്മളോട് ഹൃദ്യമായൊരു ആത്മബന്ധം രൂപപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നതിനാലാണ്. ഇത് എല്ലാവർക്കും കിട്ടുമോ? എല്ലാവർക്കും കിട്ടില്ല. ദൈവത്തിന് അത്രത്തോളം പ്രിയപ്പെട്ട കുറച്ച് മനുഷ്യരുടെ മേലാണ് ദൈവം ഇത് തുറക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അത്രയും പ്രിയപ്പെട്ട മനുഷ്യരെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഇച്ചിരി ദൂരോട്ട് മാറി. അപ്പോൾ ഞാൻ അത്ര പ്രിയപ്പെട്ട ആളൊന്നും അല്ല. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ നീ ഇത് കേൾക്കണം. ആ ദൂരോട്ട് പോയ മനസ്സിനോട് കയറിങ്ങി വരാൻ പറ. ഇവിടെ നിന്നത് കേൾക്കുക. എൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ദൈവത്തിന് പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കുറേ ആ സ്കെയിലിൽ നിൽക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ നമ്മുടെ മൈൻഡിനകത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, വേദപുസ്തകത്തിൽ ഞങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞു നിന്ന് അവരുടെ ആരുടെയും ജീവിതത്തിലല്ല ദൈവം വന്നത്. ദൈവം വന്നത് ഞാൻ അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാകാൻ പോകുന്നില്ല എന്ന് കരുതി സ്വയം ഇപ്പോൾ നിങ്ങളെപ്പോലെ പുറകോട്ടും മാറിയ മനുഷ്യന്മാരുടെ അരികിലേക്കാണ് എൻ്റെ കർത്താവ് വന്നത്. അതുകൊണ്ട് തന്നെ അകന്ന് നിൽക്കാതെ അടുത്തോട്ട് വരും. കർത്താവ് നിങ്ങളോടുകൂടെയാണ് ഇന്നിത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായും ഇന്നെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. എന്താ ഈ ദൈവത്തിന് ഇയാൾ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഞാൻ ഈ മനുഷ്യനെക്കുറിച്ച് പറയാൻ കാരണം, ഒരു ദൈവദാസനെ അയച്ചല്ല യേശു ഈ മനുഷ്യനെ സൗഖ്യമാക്കിയത്. ലോകത്താർക്കു വേണ്ടിയും ഇതേ പാറ്റേണിൽ യേശു ശുശ്രൂഷ ചെയ്തിട്ടുമില്ല. നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ പൂശി ശിലോഹങ്ങളിൽ പോയി കഴുകാൻ പറഞ്ഞു. കഴുകിയിട്ട് തിരിച്ചു വന്ന് കാഴ്ച പ്രാപിച്ച് നിൽക്കുമ്പോൾ സൗഖ്യമാക്കിയവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന മാത്രയിൽ നീ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കാൻ ഞാനാണ് ആ യേശു എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തും കൂടെ വെളിച്ചം കത്തിക്കുകയാണ് കർത്താവ്. ചുരുക്കത്തിൽ പുറമേയുള്ള മാറ്റങ്ങൾക്കപ്പുറത്ത് ആന്തരികമായ തലത്തിലും കൂടെ വികാസം സംഭവിക്കുന്ന ഒരു ദൈവിക ഇടപെടൽ. അതായത് യേശു അവൻ്റെ കണ്ണുകളെ തൊട്ടു, യേശു അവൻ്റെ ചെവിയിൽ വന്ന് മിണ്ടി, യേശു അവൻ്റെ കൈകളിൽ പിടിച്ചു, യേശുവിൻ്റെ മണം അനുഭവിക്കുവാൻ അവൻ്റെ മൂക്കിന് സാധിച്ചു, യേശുവിൻ്റെ ദേഹത്തിൻ്റെ ചൂടറിയാൻ അവൻ്റെ കൈകൾക്ക് പറ്റി, അവൻ്റെ കണ്ണുകൾക്ക് പറ്റി. ക്രിസ്തുവിനെ ഇതുപോലെ അറിഞ്ഞൊരു മനുഷ്യൻ. ചേട്ടാ, നിങ്ങളൊരു ഭാഗ്യവാനാണ് ചേട്ടാ. നിങ്ങൾക്ക് ഇത്രയും അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ, നിങ്ങളൊരു ഭാഗ്യവാനാണ്. നമുക്ക് നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വരണം, നമുക്ക് പോയി ഈ ചേട്ടനെ ഒന്ന് കാണണം. ഞാനങ്ങനെ കാണാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട്. അതിലൊരാൾ ഈ അന്ധനായിരുന്ന ചേട്ടനാണ്. രണ്ടാമത്തെ ആൾ യേശുവിൻ്റെ ക്രൂശ് ചുമന്ന ആ കുറേനക്കാരനായ ശിമോനാണ്. മൂന്നാമത്തേത് യേശുവിൻ്റെ ക്രൂശ് മരണവേളയിൽ കർത്താവിൻ്റെ ക്രൂശിൻ്റെ ഇപ്പുറത്ത് കിടന്ന് പ്രാർത്ഥിച്ച ആ കള്ളനാണ്. ഈ 3 ചേട്ടന്മാരെയും നമുക്കൊന്ന് കാണണം. ഹല്ലേലൂയ. കർത്താവിൽ എത്രയും പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്ന ഈ ദൂത് നിങ്ങൾ കേട്ടല്ലോ. നിന്റെ ജീവിതത്തിൽ
ഏതോ വിദൂരവാസിയായി മാത്രം നിങ്ങൾ കണക്കാക്കുന്ന ഒരു ദൈവ ചിന്തയെ പൊളിച്ചെഴുതുകയാണ് ഇന്നത്തെ ദൂത്. ആർക്കും കാണാൻ കഴിയാത്ത വിധം അദൃശ്യനായി, വിചിത്രനായി, ഒളിവിടങ്ങളിൽ മാത്രം മറഞ്ഞിരുന്ന് മിണ്ടുന്നൊരുവനായൊക്കെ കരുതുന്നൊരു ദൈവസങ്കല്പത്തിൻ്റെ ചിന്താധാരകളെയെല്ലാം തവിട് പൊടിയാക്കുകയാണ് ഇന്നത്തെ പ്രവചനദൂത്. പച്ച മനുഷ്യനായി ഈ യുഗത്തിലും എൻ്റെ ജീവിത സാഹചര്യത്തിന് നടുവിലേക്ക് മാംസം ധരിക്കുന്ന ഒരു വചനത്തെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ മേലൊരു പുതിയ വെളിപ്പാടാണ്. ഞാൻ എത്ര തകർന്നവനായാലും ഞാൻ ദൈവത്തിന് അന്യനല്ല. ഞാൻ എത്ര ഉത്തരമില്ലാത്തവനായി നിൽക്കുന്ന വേളയിലും എൻ്റെ മറുപടിയായി വെളിപ്പെടുന്നൊരു യേശു എൻ്റെ കൂടെയുണ്ട്. ഒറ്റപ്പെടുത്തി, പള്ളി ഭ്രഷ്ടനാക്കി, എല്ലാവരും സമൂഹത്തിൽ നിന്ന് അവൻ്റെ കണ്ണ് തുറന്നതിൻ്റെ പേരിൽ അവൻ പുറത്താക്കപ്പെടാൻ തുടങ്ങുമ്പോൾ യേശു വന്നിട്ട് പറയുന്നു, ഞാനാണ്. ഞാൻ പറഞ്ഞല്ലോ, മോശയ്ക്ക് വെളിപ്പെട്ട ദൈവത്തിൻ്റെ രണ്ടാമത്തെ വാക്കാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. നിന്നോട് സംസാരിക്കുന്നവൻ അവനാണ്. ഞാനാണ് നിന്റെ കണ്ണ് തുറന്നത്. വലിയ ദൈവിക വെളിപ്പാടുകൾ ചെറിയ ചെറിയ ജീവിതത്തിൻ്റെ ഇവൻറ്റുകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകി നമ്മളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നൊരു ദൈവസ്നേഹം ഇന്ന് രാവിലെ ഒഴുകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിതിൻ്റെ കരം പിടിച്ച് നടക്കാം. നമുക്ക് ഈ കൃപയിൽ മുന്നോട്ട് പോകാം. നമ്മൾ ശൂന്യരാണെന്നും നമ്മൾ കുറവുള്ളവരാണെന്നുമൊക്കെ ചിന്തിക്കുമ്പോൾ അത്തരം ചിന്താധാരകൾക്കൊന്നും ഈ ഒരു ആത്മീക ചർച്ചാവേദിയിൽ ഒട്ടും പ്രസക്തിയില്ലാതെ തെളിയിച്ചുകൊണ്ട് നാം നിൽക്കുന്നിടത്തേക്ക് തോണ്ടി വിളിച്ച് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു വരുന്നൊരു യേശുവിനെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പുണ്യമാണ്, അതൊരു ഭാഗ്യമാണ്. ഈ ദൂത് നമ്മളോട് സംസാരിക്കുന്ന കർത്താവ് ആർദ്രതയുടെ ഹൃദയവുമായി ഇന്നും നമ്മളോട് സംസാരിക്കാൻ സന്നദ്ധനായിട്ടാണ് നിൽക്കുന്നത്. ധൈര്യത്തോടെ പറ, കർത്താവിൻ്റെ കൂടെയുണ്ട്. വലിയ ഒരു ചടങ്ങിൽ പോയി നിൽക്കുമ്പോൾ മിണ്ടാനും പറയാനും ആരുമില്ലാതെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നവൻ്റെ അവൻ ഒളിവിടം അന്വേഷിച്ച് നിൽക്കുന്ന ആ തൂണിൻ്റെ ചുവട്ടിൽ ഹലോ എന്ന് പറഞ്ഞൊരു ഹായ് പറഞ്ഞ് നമ്മുടെ അരികിലേക്ക് വരുന്നൊരു കർത്താവിനെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. യേശു കൂടെയുണ്ട്. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ വഴികളിലും അങ്ങ് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അങ്ങ് ഞങ്ങളോട് കൂടെ, സകല കാര്യത്തിലും ഒരു സഹായിയായി, എല്ലാറ്റിലും ഞങ്ങൾക്കൊരു ആശ്രയമായി, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ക്ഷീണങ്ങൾ മാറ്റുന്ന പരിവർത്തനത്തിൻ്റെ തമ്പുരാനായി അങ്ങ് ഞങ്ങളോട് കൂടെ നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പൊന്നോമന മക്കൾ ഈ ദൂതിനാൽ ഇന്ന് പകൽ അനുഗ്രഹീതരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി ഈ കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കോട്ടയത്തും എറണാകുളത്തുമൊക്കെയായി നടക്കുന്ന നമ്മുടെ ശുശ്രൂഷകളിൽ വന്ന് പങ്കുചേരുക. ഈ നമ്പറുകളിൽ വിളിക്കുക. കോട്ടയത്ത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധന എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നടക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിലപ്പെട്ട ദൈവിക ദൂതുകൾ എന്നും നിങ്ങൾ കേട്ടാൽ നിങ്ങൾ യേശുവിൻ്റെ കൂടെ തന്നെ നടക്കും. അതുകൊണ്ട് ഈ കർത്തൃസാമീപ്യം കൊതിക്കുന്ന എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശു മഹാരാജാവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.